പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതിനിടെ ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും. ഉപനേതൃസ്ഥാനം CPIക്ക് നൽകണമെന്ന ആവശ്യം യോഗത്തിൽ ശക്തമായി ഉന്നയിക്കാനാണ് CPIയുടെ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള ആദ്യ യോഗം എന്ന പ്രത്യേകതയും ഇന്നത്തെ യോഗത്തിനുണ്ട്. വിവരങ്ങളുമായി ദിലീപുണ്ട് തലസ്ഥാനത്ത് നിന്ന്. ദിലീപ്, വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇടതുമുന്നണി എന്ന് പറയുന്ന സംവിധാനം അത് ഏതാണ്ട് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. CPIന്റെ നേതൃത്വം പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. കാരണം ഇനിയും ഈ സംവിധാനത്തെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കയ്യിലോ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ കയ്യിലോ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് CPI സ്വീകരിക്കുന്ന നിലപാട്. ഉപനേതൃസ്ഥാനം വളരെ സജീവമായി CPI ഉന്നയിക്കുമ്പോൾ ഇന്നത്തെ യോഗം എങ്ങനെ നിർണായകമാകും? പ്രജിത്ത് സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഈ ഒരു യോഗം വൈകിട്ട് 4 മണിക്ക് എക്കി സെൻറ്ററിലാണ് നടക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് CPIയുടെ ഉപപ്രതിപക്ഷ സ്ഥാനം തനിക്ക് വേണമെന്നൊരു അവകാശവാദം ഉന്നയിക്കാനാണ് ഏറ്റവും സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് ആദ്യം മുതൽക്കേ തന്നെ CPI മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നതും ഉപപ്രതിപക്ഷ സ്ഥാനം തങ്ങൾക്ക് വേണം എന്നടക്കമുള്ള കാര്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതിനുശേഷം CPIൻ്റെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അതുപോലെ തന്നെ TP രാമകൃഷ്ണൻ അടക്കമുള്ളവർ ഇത് സമവായത്തിന് എത്തുന്ന വേണ്ടി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയെ പരാജയപ്പെട്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നും ഈ വിഷയം മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം KN ബാലഗോപാൽ ഉപപ്രതിപക്ഷ സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കറുടെ മുൻപാകെ എത്തുകയും കത്ത് നൽകുകയും അതോടെ തന്നെ നിയമസഭയിൽ ഒരു മുറി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സമയത്ത് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് ഇത് ഔദ്യോഗികമായി കത്ത് നൽകണം എന്നടക്കമുള്ള കാര്യം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മുറി നൽകാത്തതും. ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും CPIക്ക് ചെറിയൊരു മുൻതൂക്കം നൽകണമെന്നടക്കമുള്ള ആവശ്യമാണ് ഘടകകക്ഷികൾ ഉന്നയിക്കുന്നതും. അതേസമയം പ്രജിത്ത് സൂചിപ്പിച്ചപ്പോൾ തന്നെയാണ്, അതായത് LDFൻ്റെ വലിയൊരു പരാജയത്തിന് ശേഷം ആദ്യമായി ചേരുന്ന ഒരു യോഗമാണ്. ആ ഒരു പ്രത്യേകതയുമുണ്ട്. CPIയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ മാറ്റണമെന്നടക്കമുള്ള കാര്യങ്ങളും ഉയരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും പിണറായി വിജയനെതിരെ എന്തൊക്കെ രൂക്ഷ വിമർശനമാണ് ഇന്ന് ഉന്നയിക്കുന്നത് എന്നടക്കമുള്ള കാര്യം ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ ഭരണപക്ഷം UDF സർക്കാരിനെതിരെ CPM-ഉം CPI-യും ഘടകകക്ഷികളും ഒരുമിച്ച് സമരം നടത്തുന്നില്ല, അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടാണ് സമരം നടത്തുന്നതിനടക്കമുള്ള വിമർശനം ഉയരുന്നുണ്ട്. ആ ഒരു വിഷയം ചർച്ച ചെയ്യും. എന്തായാലും ഇന്ന് നടക്കുന്ന യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഉപപ്രതിപക്ഷ സ്ഥാനവുമായി ചൊല്ലിയുള്ള ഒരു വിഷയമായിരിക്കും. എന്തായാലും ഇന്ന് ഈ ഒരു വിഷയത്തിന് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജിത്ത്. ഓക്കെ, ദിലീപാണ് തലസ്ഥാനത്ത് നിന്ന് വാർത്ത നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ, പിണറായി വിജയൻ എന്ന് പറയുന്ന സർവശക്തനായ നേതാവിന് ഒരു പ്രതിപക്ഷ നേതാവിനെ കൂടി ഉണ്ടാകണം എന്നുള്ള രീതിയിൽ, അതായത് പിണറായി വിജയനെ ഒന്ന് സൈഡിലാക്കണമെന്ന് CPI വിചാരിക്കുകയാണ്. അതിന് CPIക്ക് ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയും, അത് CPM എങ്ങനെ അതിൽ പ്രതികരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാണ്. അത് പിണറായി വിജയനും നിർണായകമാണ്.